സപ്ലൈകോ ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലായി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. പാലിയേക്കരയിൽ കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി ഡ്രൈവറെ MVD ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ ആനന്ദപുരം സ്വദേശി ഷിബിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. കയ്പമംഗലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച ഹരിതകർമ്മസേനാംഗത്തിനെതിരെ നടപടിയെടുത്ത് പഞ്ചായത്ത് അധികൃതർ. 18ാം വാർഡിലെ ഹരിതകർമ്മസേനാംഗത്തിനെതിരായാണ് നടപടി. ലഹരി ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചൂണ്ടൽ പയ്യൂർ സ്വദേശി ശ്രീകൃഷ്ണൻ, വെള്ളാറ്റഞ്ഞൂർ സ്വദേശി അജിത് എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അക്കിക്കാവ് ആൽത്തറയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി മറിഞ്ഞു. ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്തിൽ നീലക്കോഴികളുടെ ശല്യം രൂക്ഷം. നൂറുകണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിലിറങ്ങി നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് സപ്ലൈകോ NFSന്റെ വെയർഹൌസ് ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലായി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കുന്നംകുളം അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ B. വൈശാഖ്, അഡീഷണൽ അഗ്നിരക്ഷാ സേനാ ഓഫീസർ ബെന്നി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി തീയണച്ചു. മൂന്നുമുറിയിൽ പെട്രോൾ പമ്പും സിനിമാ തിയേറ്ററും സ്ഥിതി ചെയ്യുന്ന സമീപത്തെ പറമ്പിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കാതെ തീയണയ്ക്കാനായി. പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന മുൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദേവസി തൊണ്ടുങ്ങലാണ് പറമ്പിൽ തീ പടരുന്നത് കണ്ട് വെള്ളിക്കുളങ്ങര പോലീസിൽ അറിയിച്ചത്. ഉടൻ SI ഫൈസലിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി സമീപവാസികളുടെ സഹായത്തോടെ തീയണച്ചു. പറമ്പിലേക്കും തിയേറ്ററിലേക്കും തീ പടരാതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ചെന്ത്രാപ്പിന്നി ചിറയ്ക്കൽ പള്ളിക്കടുത്ത് ഉണക്കപ്പുല്ലിന് തീപിടിച്ചു. പറമ്പിലെ പുല്ലിനാണ് തീപിടിച്ചത്. നാട്ടുകാർ മോട്ടോർ അടിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കി. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. പാലിയേക്കരയിൽ കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി ഡ്രൈവറെ MVD ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട ആനന്ദപുരം സ്വദേശി കൊപ്പഞ്ചേരി വീട്ടിൽ ഷിബിൻ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. പാലിയേക്കര ടോൾ പ്ലാസയിൽ വാഹനമെത്തിയപ്പോൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞു പരിശോധിക്കുകയും വാഹനത്തിന്റെയും ലൈസൻസിന്റെയും ഫോട്ടോ എടുത്ത ശേഷം സമീപത്തെ വെബ്രിഡ്ജിലേക്ക് വാഹനം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ഓവർലോഡാണെങ്കിൽ ലൈസൻസ് റദ്ദാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭയന്ന് വെബ്രിഡ്ജിൽ കയറ്റാതെ പുതുക്കാട് സർവീസ് റോഡിലൂടെ വാഹനം ഓടിച്ചു പോയപ്പോൾ MVD ഉദ്യോഗസ്ഥർ ടോറസിനെ പിന്തുടരുകയും പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ വാഹനമെത്തിയപ്പോൾ ഷിബിൻ വാഹനം നിർത്തി ഇറങ്ങി ഓടുകയും ചെയ്തു. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഷിബിനെ പിന്തുടർന്ന് പിടികൂടി ചെവിക്ക് അടിക്കുകയായിരുന്നു. ഷിബിന്റെ ഇടത് ചെവിയുടെ കർണപടത്തിനുണ്ടായ പൊട്ടൽ മൂലം കേൾവി നഷ്ടപ്പെട്ടു. പുതുക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും മൊഴിയെടുക്കാൻ എത്തിയില്ലെന്ന് ഷിബിൻ പറഞ്ഞു. പാലിയേക്കര ടോളിൽ വെച്ചിട്ട് MVD വണ്ടി കൈയാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി അവിടെ നിർത്തി എൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. വണ്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് എന്നോട് കൂട്ടോളിലെ വെയിറ്റ് ബ്രിഡ്ജിലേക്ക് പോകാൻ പറഞ്ഞു. കൂട്ടോളിലെ വെയിറ്റ് ബ്രിഡ്ജിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ലൈസൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ പറഞ്ഞു. ഓവർലോഡ് അങ്ങനെയാണെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ആവും അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ കൂട്ടോളിലെ വെയിറ്റ് ബ്രിഡ്ജിലേക്ക് അങ്ങോട്ട് പോയി. പുതുക്കാട് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് സർവീസ് റോഡ് കട്ട് ചെയ്തിട്ട് സിഗ്നലിലേക്ക് പോയി. അവിടുത്തെ എനിക്ക് ലൈസൻസ് സസ്പെൻഡ് ആവുമെന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ അവിടെ വണ്ടി അവിടെ കൂട്ടോളിലെ വെയിറ്റ് ബ്രിഡ്ജിൽ കയറ്റിയില്ല. അല്ലാണ്ട് നേരെ അവിടെ സർവീസ് റോഡ് കഴിഞ്ഞ് പോയപ്പോൾ ഈ കൂട്ടോളിലെ വെയിറ്റ് ബ്രിഡ്ജിൽ വേറൊരു ക്യാമറ വണ്ടി ഉണ്ടായിരുന്നു MVDയുടെ. അപ്പോൾ ആ ക്യാമറ വണ്ടി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ടിട്ട് ഓടിയിട്ട് നേരെ പുതുക്കാട് സിഗ്നലിലേക്ക് എന്നെ ബാക്കിലുള്ള 2-3 ഉദ്യോഗസ്ഥന്മാർ കൂടിയിട്ട് എന്നെ ഓടിച്ച് പുതുക്കാട് സിഗ്നലിൻ്റെ അവിടുത്തെ മറ്റേ മാർക്കറ്റിൻ്റെ അവിടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചു. എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 3-4 സാറുമാരും പിന്നെ കാറിൽ നിന്ന് വന്നൊരു സാറും കൂടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സാറ് വന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി
ചെകിടത്ത് ഈ താക്കോൽ കൊണ്ടാണോ മോതിരം കൊണ്ടാണോ മോതിരാണെന്ന് അറിയില്ല, ചെകിടത്തൊന്ന് ഒറ്റ അടിച്ചപ്പോൾ തന്നെ എൻ്റെ ഒന്നാം തന്നെ ഓടി വന്ന കാരണം തളർന്ന് തല താഴ്ന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അടിക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ല. കയ്പമംഗലം പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിച്ച ഹരിതകർമ്മ സേനാംഗത്തിന്റെ പേരിൽ നടപടിയെടുത്ത പഞ്ചായത്ത്. 18ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗം സരസ്വതിക്കെതിരായാണ് നടപടി. 10,000 രൂപയും പിഴ ഈടാക്കിയ ഇവരെ കർശന താക്കീതും ചെയ്തു. ഗ്രാമലക്ഷ്മി സെന്ററിന് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവമുണ്ടായത്. വാർഡിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യം മിനി MCFൽ ഉണ്ടായിരുന്നു. മാസങ്ങൾ പഴക്കമുള്ള ഇവ പഞ്ചായത്തിന്റെ മെയിൻ MCFിലേക്ക് മാറ്റാനായി തരം തിരിക്കുന്നതിനിടെയാണ് ഏറെ പഴക്കം ചെന്ന ചില വസ്തുക്കൾ തീയിട്ട് കളഞ്ഞത്. ഇതിൽ പ്ലാസ്റ്റിക്കും ഉൾപ്പെട്ടിരുന്നു. തീയിട്ടതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പഞ്ചായത്ത് അധികൃതരും കുഴങ്ങി. അതേസമയം മാലിന്യം തിരയുന്നതിനിടെ പാമ്പിന്റെ തോല് കണ്ടപ്പോഴാണ് തീയിട്ടതെന്നും അബദ്ധത്തിൽ പ്ലാസ്റ്റിക്കും പെട്ടുപോയതാണെന്നും ഹരിതകർമ്മ സേനാംഗം സരസ്വതി പറഞ്ഞു. മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൂണ്ടൽ പെലക്കാട്ടുപയ്യൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീകൃഷ്ണനെയും ഇയാൾ ഓടിച്ച MKK ബസും, വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ സ്വദേശി കൊടത്തിൽ വീട്ടിൽ അജിത്തിനെയും ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫിസുമോൻ ബസുമാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ചൂണ്ടൽ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത്. പിടിയിലായ ബസ് ജീവനക്കാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാലയൂർ പിലാക്കൽ 60 വയസ്സുള്ള റഷീദാണ് മരിച്ചത്. അപകടം നടന്നയുടൻ റഷീദിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണക്കിണിയായി മണത്തല മുല്ലത്തറ വളവ്. ഏതാനും മാസത്തിനകം ഇവിടെ 2 ജീവൻ പൊലിയുകയും നിരവധി പേർക്ക് അപകടങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടോറസ് ലോറികളുടെയും മറ്റ് ദീർഘദൂര യാത്രക്കാരുടെയും ബ്ലാങ്ങാട് ബീച്ചിൽ കടൽ കാണാൻ എത്തുന്നവരുടെയും വലിയ തിരക്കുള്ള ഭാഗമാണ് മുല്ലത്തറ വളവ്. മാസങ്ങൾക്ക് മുമ്പ് ജോലിക്ക് പോയിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈക്കിളിൽ ടോറസ് ലോറി ഇടിച്ച് മരിച്ചിരുന്നു. മേഖലയിലെ അപകടങ്ങൾ തടയാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്നും ഗതാഗത നിയന്ത്രണത്തിനായി സംവിധാനം ഏർപ്പെടുത്തണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. മണത്തല മുല്ലത്തറ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷനാണിത്. ഇവിടെ NHAയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരികയാണ്. ഇവിടെ രണ്ടാമത് ഒരു മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നു. ഒരു പാലയൂർ സ്വദേശി അതിദാരുണമായി ഇന്ന് മരണപ്പെട്ടു. ഇവിടെ ഈ തിരക്കേറിയ പ്രദേശത്ത് NHAയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടോറസ് വാഹനങ്ങളും അമിത ഭാരം കയറ്റിയ വാഹനങ്ങളും നിരന്തരം ചീറിപ്പായുകയാണ്. ആളുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഏത് സമയവും ഇനിയും ഇവിടെ മരണങ്ങൾ സംഭവിക്കാം. അപകട സാധ്യതയുള്ള മരണഭീതിയുള്ള ഒരു മേഖലയായി മണത്തല മുല്ലത്തറ ജംഗ്ഷൻ മാറിയിരിക്കുന്നു. അക്കിക്കാവ് ആൽത്തറയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി മറിഞ്ഞ അപകടത്തിൽ ആർക്കും പരിക്കില്ല. പട്ടാമ്പിയിൽ നിന്നും തിപ്പലശ്ശേരിയിലേക്ക് കരിങ്കല്ലുമായി വന്നിരുന്ന ലോറിയാണ് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് തകർന്ന മേഖലയിലെ വൈദ്യുതി ബന്ധം തകരാറിലായി. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നീലക്കോഴികളുടെ പിടിയിൽ പടിഞ്ഞാറെ ചാലക്കുടിയിലെ കോട്ടാറ്റ് പാടശേഖരം. ഇതുവരെയുള്ള അധ്വാനം വൃഥാവിലാകുമെന്ന ആശങ്കയിൽ കർഷകർ. 100 കണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിൽ ആക്രമണം നടത്തുന്നത്. പൊന്മണി ഞാറുനടിയിൽ തുടങ്ങിയ വേളയിൽ ആരംഭിച്ചതാണ് ഇവയുടെ ആക്രമണം. കൊയ്ത്തിന് 20 ദിവസങ്ങൾ അവശേഷിക്കെ ഇവയുടെ പട തന്നെ പാടശേഖരത്തിൽ വട്ടമിട്ട് പറക്കുന്നു. 150ഓളം ഏക്കറിലെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഇവയുടെ താണ്ഡവമുണ്ട്. 2-3 ഏക്കറിലെ പാടത്തെ വലിയ കുഴികളാണ് നീലക്കോഴികളുടെ താവളം. ഓട്ടുകമ്പനികളിലേക്ക് മണ്ണെടുത്ത കുഴികൾക്ക് ഏറെ ആഴമുണ്ട്. കുറ്റിച്ചെടികൾ പടർന്ന ഗർത്തങ്ങളിലെത്താൻ കർഷകർക്ക് ആവുന്നില്ല. ഇതുകൊണ്ട് തന്നെ കർഷക ശത്രുക്കളായ ഇവയെ തുരത്താനും കഴിയുന്നില്ല. വർഷങ്ങളായി തുടർന്ന നീലക്കോഴി ശല്യം ഇക്കുറിയാണ് രൂക്ഷമായതെന്ന് കർഷകർ പറയുന്നു. 70ഓളം കർഷകർ മുണ്ടകൻ കൃഷിയാണ് കോട്ടാറ്റ് പാടശേഖരത്തിൽ നടത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയെ ഭയന്ന് ഉരിപ്പൂവ് കൃഷിയാണ് ഇപ്പോൾ നടത്തുന്നത്. TCV ചാലക്കുടി. പുതുക്കാട് വീട്ടമ്മയെ ആക്രമിച്ച് മോഷ്ടാവ് പണം കവർന്നു.
പുതുക്കാട് തെക്കേത്തുറവ് പൂതംകുറ്റി മോഹൻദാസിന്റെ വീട്ടിൽ ശനിയാഴ്ച പുലർച്ചെ 5:30-ക്കാണ് സംഭവം. ഓട്ടോ തൊഴിലാളിയായ മോഹൻദാസ് വാഹനത്തിന്റെ ലോൺ അടയ്ക്കാൻ കുടുക്കയിൽ സ്വരൂപിച്ച 10,000 രൂപയോളം മോഷ്ടിച്ചതായി പറയുന്നു. മുറിയിലിരുന്ന മോഹൻദാസിന്റെ ഭാര്യ ഉഷ കുടുക്കയിലെ പണം എണ്ണുന്നതിനിടെ മോഷ്ടാവ് അകത്തെത്തുകയായിരുന്നു. ഉഷയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചെടുത്ത ശേഷം ഇവരെ ചവിട്ടി താഴെയിട്ടാണ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടത്. പുറകിലെ വാതിൽ തുറന്നിട്ട് മോഹൻദാസ് കുളിക്കാൻ പോയ സമയത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഉഷയുടെ ശബ്ദം കേട്ട് മോഹൻദാസ് എത്തുമ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നു. ബർമൂഡയും ടീഷർട്ടും ധരിച്ചെത്തിയ മോഷ്ടാവ് മുഖം പാതി മറച്ചിരുന്നതായി പറയുന്നു. വീട്ടുകാരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മടിയിൽ വെച്ച് ചുരുണ്ടിരിക്കണതൊക്കെയല്ല, അപ്പം മടക്കി അതൊക്കെ നിർത്തി എടുക്കാൻ വെച്ചിട്ട് ഇരിക്കണം. നേരത്തെ വാതിൽ തുറന്ന് ആരെങ്കിലും വരില്ല പോകുന്ന വെച്ചിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ മുഖത്ത് ഒരു മൂടിയൊക്കെ വെച്ചിട്ടാണ് മൂടിയിട്ട് ആളെ ഒത്തിരി കടന്നു വന്നപ്പോൾ എൻ്റെ പടിയിൽ കാശ് എനിക്ക് കണ്ടു. അങ്ങനെ തന്നെ എൻ്റെ അയ്യോട് കൂടി വാരി എടുത്ത് ഓടാൻ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് കാശ് കൊണ്ട് പോവാണല്ലോ എന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ വേഗം ഇങ്ങോട്ട് കടന്ന് വന്നിട്ട് ആ ചേട്ടാന്ന് വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ ആളൊരു ചവിട്ടി എന്നെ അവിടെ തട്ടിയിട്ട്. കയ്പമംഗലം പനമ്പിക്കുന്നിൽ വീട്ടിൽ മോഷണം, 10,000 രൂപ കവർന്നു. പനമ്പിക്കുന്ന് പടിഞ്ഞാറ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത്. അൽഫല ഗ്രൂപ്പിൽ ജോലിയെടുക്കുന്ന 13 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 4 ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നമ്മൾ റൂമിൽ 13 ആൾ താമസിക്കുന്നു. പണിസ്ഥലത്ത് ഒരാൾ വന്നിട്ട് ബാത്റൂമൊക്കെ വന്ന് അപ്പോൾ ആൾ കണ്ടി പൊളിഞ്ചെടുക്കുന്ന റൂമും അതിൻ്റെ ബാഗുകളൊക്കെ പടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അടിയിൽ അതിൽ പല ബാഗിൻ്റെ ഒരു 2,000 രൂപ 3,000 രൂപ അങ്ങനെ ആയിട്ട് 10,000 രൂപ പോയിട്ടുണ്ട്. അതിൻ്റെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കയ്പങ്ങാമൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോലീസ് വന്നിട്ട് അത് നോക്കി പോയത്. പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന 2 ഓട്ടുരുളിയും 4 നിലവിളക്കുകളും മോഷണം പോയി. ശാന്തിക്കാരൻ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വധശ്രമ കേസിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ കേരള തമിഴ്നാട് വനാതിർത്തിയിൽ നിന്നും കാട്ടൂർ പോലീസ് പിടികൂടി. പടിയൂർ വളവനങ്ങാടി സ്വദേശി തുണ്ടിയത്ത് പറമ്പിൽ വീട്ടിൽ ബഷീറിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി പടിയൂർ കുട്ടാടംപാടം സ്വദേശി വെള്ളോം പറമ്പിൽ വീട്ടിൽ അരുൺ പോളിനെയാണ് കാട്ടൂർ SHO PP ജസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 5-ന് അർദ്ധരാത്രിയിലാണ് സംഭവം. അരിപ്പാലം തിരുനാളിനുണ്ടായ തർക്കത്തെ തുടർന്ന് 1-ാം പ്രതിയുടെ നേതൃത്വത്തിൽ ആയുധങ്ങളുമായി ബഷീറിന്റെ വീട്ടിൽ ചെന്ന് മകനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന വൈരാഗ്യത്തിന് ബഷീറിനെ കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അരുൺ പോൾ പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. SI-മാരായ M. ഹബീബ്, AP ഷിബു, ASI മുരുകേഷ് കടവത്ത്, സീനിയർ CPO-മാരായ PD വിജയൻ, കിരൺ രഘു എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഏതൻസ് ഫുഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ ചത്ത പഴുതാരയെ കണ്ടെത്തി. സ്ഥാപനം ആരോഗ്യവകുപ്പ് അധികൃതർ പൂട്ടിച്ചു. ചിക്കൻ, ബീഫ് എന്നിവയുടെ വിവിധ വിഭവങ്ങൾ പാഴ്സലായി നൽകുന്ന സ്ഥാപനമാണ് ഏതൻസ് ഫുഡ് ടേക്ക് എവേ. കാറ്ററിംഗ് ഏജൻസിയായ ഇവർ മറ്റൊരു സ്ഥലത്തുനിന്ന് ഭക്ഷണം പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന വീണ്ടും ചൂടാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. ഭക്ഷണ സാധനങ്ങൾ ശരിയായ വിധത്തിൽ മൂടിവെക്കാറില്ലെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എരുമപ്പെട്ടി സ്വദേശിനി ഷെമീറ വാങ്ങിയ ബീഫ് റോസ്റ്റിലാണ് പഴുതാരയെ കണ്ടത്. പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങി കുട്ടികൾ കഴിക്കുമ്പോഴാണ് പഴുതാരയെ കണ്ടതെന്ന് ഷെമീറ പറയുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പിൽ വിവരം അറിയിക്കുകയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, JHI CG ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനം അടയ്ക്കുവാൻ നിർദ്ദേശം നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷെമീറ പരാതി നൽകി. 2 ബീഫ് ചില്ലിയും കൂടിയിട്ട് വാങ്ങി. ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൊടുന്ന് കുട്ടിക്ക് 10 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു പൊറാട്ടിയിട്ട് ബീഫ് കറി നമ്മളതിൽ ഒഴിച്ച്, റോസ്റ്റാണ് കറിയല്ല റോസ്റ്റ്, നമ്മളത് ഒഴിച്ച് അതിലേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കഷ്ണം കുട്ടി കഴിച്ചു. ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് കിടക്കണതിൽ. അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം, പൈസ തിരിച്ചു തരാം,
താത്ത പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരെ കടയിൽ വന്നു. നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു. അപ്പോഴും അവർ പറയണത് തെറ്റ് പറ്റി, ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല പുറമൊന്ന് കൊണ്ടുവരുന്നതാണ് പറയാറ്. പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടുന്ന് തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ്. ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടുന്ന് തന്നെ വാങ്ങി നടന്നത്. ഞാൻ 430 രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവർക്ക് ഫുഡിന്റെ. അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങൾ മാറ്റി തരാന്നാ പറയണത്. പ്രശ്നം ഉണ്ടാക്കരുത്, അബ്ദത്തിൽ പെട്ടതായിരിക്കും, അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇത് നാളെ ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട് വടക്കാഞ്ചേരി. ഇത് എന്നത്തെ ബീഫാണ് എന്താണെന്നുള്ളത് നമുക്കത് അറിയണം. അതേപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ഗ്രേവി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തയക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ ഈ പൊറോട്ടയിലൊക്കെ ഒഴിക്കുമ്പോൾ ഈ നൂല് പോലെയാണ്, ഇങ്ങനെ ഞാഞ്ഞൂല് പോലെയാണ് നിൽക്കുന്നത്. ആ ഗുരുവായൂർ ക്ഷേത്രോത്സവം ഹരിതചട്ടം പാലിച്ച് നടത്താൻ നഗരസഭ വിളിച്ചു ചേർത്ത വിവിധ സംഘടനാ പ്രതിനിധികളുടെ യോഗം തീരുമാനിച്ചു. ക്ഷേത്ര പരിസരങ്ങളിലും പാർക്കിംഗ് ഇടങ്ങളിലും മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനായി വലിയ കുട്ടകൾ സ്ഥാപിക്കും. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും ഒറ്റത്തവണ ഉപയോഗമുള്ള വസ്തുക്കളുടെയും വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായും നിരോധിക്കും. തീർത്ഥാടകർ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ള പുനരുപയോഗം സാധ്യമല്ലാത്ത ഒറ്റത്തവണ ഉപയോഗമുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കാൻ തയ്യാറാകണമെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക യൂണിഫോം നൽകി ഗ്രീൻ വളണ്ടിയർമാരായി നിയമിക്കും. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകും. ഉത്സവ സമയത്ത് ക്ഷേത്ര പരിസരത്ത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. മണ്ണംപേട്ട വട്ടാണത്ര റോഡിലെ കാനയുടെ സ്ലാബുകൾക്കിടയിൽ കാൽ കുടുങ്ങി സ്ത്രീക്ക് പരിക്കേറ്റു. മണ്ണംപേട്ട മണിയാക്കു വീട്ടിൽ ജോയ്സിക്കാണ് പരിക്കേറ്റത്. വാഹനങ്ങൾ പാതയോരത്തു കൂടെ ചേർന്ന് വന്നപ്പോൾ ജോയ്സി സ്ലാബിന് മുകളിൽ നിന്ന് കാൽ വഴുതി വീഴുകയായിരുന്നു. പരിക്കേറ്റ ഇവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. റോഡിലെ വിവിധ ഭാഗങ്ങളിൽ സ്ലാബുകൾ ഇളകിയ നിലയിലും പൂർണ്ണമായും സ്ലാബുകൾ വിരിക്കാത്ത നിലയിലുമാണ്. നിരവധി യാത്രക്കാർ കടന്നുപോകുന്നവിടെ സുരക്ഷിത യാത്രയൊരുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ആവശ്യപ്പെട്ടു. ശ്രീ രുദ്രമഹാകാളിക്കാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് പറപ്പുറപ്പാട് ചടങ്ങിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് എഡിഎം ടി മുരളി ഉത്തരവിട്ടു. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടുകളും തൃശൂരിലെ തൃപ്പൂണിത്തറയിലും അടുത്ത കാലത്തുണ്ടായ വെടിക്കെട്ട് അപകടങ്ങളുടെ പശ്ചാത്തലത്തിലുമാണ് വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാവർട്ടിയിൽ പ്രതിഷേധ റാലിയും പ്രതീകാത്മക വനവൽക്കരണ സമരവും നടത്തി. പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് കരട് പ്രഖ്യാപനം റദ്ദ് ചെയ്യുവാൻ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത എംഎൽഎയുടെയും പാവർട്ടി പഞ്ചായത്തിന്റെയും നിലപാടുകൾക്കെതിരായാണ് പ്രതിഷേധ പ്രകടനവും പ്രതീകാത്മക വനവൽക്കരണ സമരവും നടത്തിയത്. ഒരു നാടിന്റെ സംസ്കാരവും പൈതൃകവും നശിപ്പിക്കുന്ന പെരിങ്ങാട് പുഴ റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം നടപ്പിലാക്കുവാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. പാവർട്ടി പള്ളിനടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ധർണയിൽ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബു കാട്ടൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ഷൈജു തിരുനെല്ലൂർ, കോർഡിനേറ്റർ നാസർ കരീം, പെരിങ്ങാട് സെന്റ് തോമസ് ചർച്ച് പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ സജിൽ കണ്ണനായ്ക്കൽ, ജോഷി കൊമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക വനവൽക്കരണ സമരവും നടത്തി. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ നടത്തുന്നതിന് അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് ടി.എൻ. പ്രതാപൻ എം.പി. ആവശ്യപ്പെട്ടു. ഊരകം പിഷാരിക്കൽ ഭഗവതിമാർ ആറാടുന്ന കരുവന്നൂർ പുഴയിലെ കടലായിൽ കടവിലേക്കുള്ള വഴി കടലായിൽ മനക്കാരും സ്വകാര്യ വ്യക്തിയും അടച്ചുകെട്ടിയതാണ് ആറാട്ടുകൾ മുടങ്ങുമെന്ന ആശങ്ക ഉയർത്തിയത്. 1442 വർഷത്തെ ചരിത്രമുള്ള ദേവമേളയിലെ പ്രധാനപ്പെട്ട ആറാട്ടുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കടലായിൽ കടവിന്റെ നിർമ്മാണത്തിനായി നേരത്തെ എം.പി. ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കടവിലേക്കുള്ള വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിച്ചിരുന്നു. ഊരകം പിഷാരിക്കൽ ഭഗവതിമാരുടെ പൂരച്ചടങ്ങുകൾ മുടങ്ങിയാൽ അത് ദേവസംഗമത്തിന്റെ 1000-ലധികം വർഷത്തെ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളെ ബാധിക്കുമെന്നതിനാൽ അടിയന്തരമായി ഇടപെടണമെന്നും ടി.എൻ. പ്രതാപൻ എം.പി. ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പാർലിക്കാട് റെയിൽപാളത്തിൽ ആംബുലൻസ് ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാർലിക്കാട് സ്വദേശി പാണേങ്ങാടൻ വീട്ടിൽ 54 വയസ്സുള്ള ജോഷിയാണ് മരിച്ചത്. സിപിഎം പാർലിക്കാട് ബ്രാഞ്ച് അംഗമാണ്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കാളിയാർ റോഡ് ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി.
22, 23, 24 തീയതികളിലായാണ് നേർച്ച ആഘോഷിക്കുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കാളിയാറോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ACP P. അബ്ദുൾ ബഷീർ, ചേലക്കര CI T. ശശികുമാർ, പഴയന്നൂർ CI M. മഹേന്ദ്രസിംഗൻ, എളനാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ SN രാജേഷ്, ചേലക്കര SI K. മണികണ്ഠൻ, ചേലക്കര KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ KV ബാലകൃഷ്ണൻ, ചേലക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷലീൽ, വാർഡ് മെമ്പർ PC മണികണ്ഠൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് ആട് വിതരണം നടത്തി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷത വഹിച്ചു. ജനറൽ ഫണ്ട് ഉപയോഗപ്പെടുത്തി 50% സബ്സിഡിയിൽ 50 വനിതകൾക്കാണ് ആട് വിതരണം ചെയ്യുന്നത്. ഗുണഭോക്തൃ വിഹിതമടക്കം 4,32,000 രൂപയാണ് പദ്ധതി വിഹിതം. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൾ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ സ്ത്രീ ട്രെയിനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇരിങ്ങാലക്കുട പേഷ്കാർ റോഡിൽ താമസിക്കുന്ന വടക്കൂട്ട് മാരാത്ത് വീട്ടിൽ വിജയന്റെ ഭാര്യ 55 വയസ്സുള്ള ഗീതയാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭ 26-ാം വാർഡിൽ നിന്നാണ് കൌൺസിലർ സന്തോഷ് ബോബന്റെ നേതൃത്വത്തിൽ 55-അംഗ സംഘം കഴിഞ്ഞ ദിവസം കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചത്. കൊല്ലത്തെത്തിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിച്ച് ഗീത അബോധാവസ്ഥയിലായത്. ഉടൻ കൊല്ലം സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തി ചികിത്സ തേടുകയായിരുന്നു. 15 മിനിറ്റോളം ഇതേ തുടർന്ന് ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടു. പിന്നീട് കൊല്ലം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പാണഞ്ചേരി മുടിക്കോട് പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായ ചാത്തംകുളം നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുഖാന്തരം നടപ്പിലാക്കുന്ന നവീകരണ പ്രവൃത്തികൾക്കായി ബജറ്റിൽ അനുവദിച്ച 3.13 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ചാത്തംകുളത്തിന് സമീപം നടന്ന ചടങ്ങിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കിയ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് 75ഓളം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി സ്മൃതി സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലിന്റെ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH മുഹമ്മദ് ഷെഫീഖ്, നേതാക്കളായ DCC ജനറൽ സെക്രട്ടറി PJ രാജു, AR കൃഷ്ണൻകുട്ടി, തോമസ് പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ശ്രീ രുദ്രമഹാകാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളുമായി കുമരനെല്ലൂർ ദേശകമ്മിറ്റി. ഓട്ടുപാറ കുന്നംകുളം റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പൂരം നിലാവ് ഒരുക്കിയിരിക്കുന്നത്. 21-ന് വൈകിട്ട് 7-ന് ചലച്ചിത്രതാരം ശോഭനയുടെ നൃത്തത്തോടെ പൂരനിലാവിന് തുടക്കമാകും. 26-ന് ആനച്ചമയ പ്രദർശനം, പിന്നണി ഗായകൻ വിവേകാനന്ദൻ നയിക്കുന്ന സംഗീത നിലാവ് എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, ജനറൽ സെക്രട്ടറി PA വിപിൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും നടത്തി. എരുമപ്പെട്ടി കടങ്ങോട് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനാ ക്യാമ്പിൽ 70 തൊഴിലാളികൾ പങ്കെടുത്തു. ക്യാമ്പിനും ബോധവൽക്കരണ ക്ലാസിനും ഡോക്ടർ അനു മേരി സാം, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ്, ജയചൈമാരായ K. ജോസഫ്, വിദുല, ആനന്ദ്, സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ പൂവത്തൂർ ജെന്റിൽമെൻസ് ക്ലബിന്റെ സ്നേഹഭവനം പദ്ധതിയിലെ പുതിയ വീടിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടക്കും. മുല്ലശ്ശേരി സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപമാണ് സ്നേഹഭവനം പൂർത്തിയാക്കിയിട്ടുള്ളത്. മുല്ലശ്ശേരി സ്വദേശി കല്ലെട്ടുകുഴിയിൽ അടിമ ഭാര്യ കുഞ്ഞുമോൾക്കാണ് ജെന്റിൽമെൻസ് ക്ലബ്ബ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകുന്നത്. കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കുഞ്ഞുമോളുടെ വീട് പൂർണ്ണമായും തകർന്നു പോയിരുന്നു.
കുടുംബത്തിന്റെ ദയനീയാവസ്ഥ TCV അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ജെന്റിൽമാൻസ് ക്ലബ്ബ് ഭാരവാഹികൾ സ്നേഹഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഞ്ഞുമോൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് സപ്ലൈകോ ഗോഡൌണിൽ തീപിടുത്തം. ചാക്കുകളിലായി സൂക്ഷിച്ച അരി, ഗോതമ്പ് ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചു. പാലിയേക്കരയിൽ കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി ഡ്രൈവറെ MVD ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ ആനന്ദപുരം സ്വദേശി ഷിബിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. കയ്പമംഗലത്ത് പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച ഹരിതകർമ്മസേനാംഗത്തിനെതിരെ നടപടിയെടുത്ത് പഞ്ചായത്ത് അധികൃതർ. 18ാം വാർഡിലെ ഹരിതകർമ്മസേനാംഗത്തിനെതിരായാണ് നടപടി. ലഹരി ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചൂണ്ടൽ പയ്യൂർ സ്വദേശി ശ്രീകൃഷ്ണൻ, വെള്ളാറ്റഞ്ഞൂർ സ്വദേശി അജിത് എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അക്കിക്കാവ് ആൽത്തറയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി മറിഞ്ഞു. ചാലക്കുടി കോട്ടാറ്റ് പാടശേഖരത്തിൽ നീലക്കോഴികളുടെ ശല്യം രൂക്ഷം. 100 കണക്കിന് നീലക്കോഴികളാണ് പാടശേഖരത്തിലേക്ക് ഇറങ്ങി നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.